കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിന് പ്രഖ്യാപിച്ച സഹായം കൈമാറി ബിന്ദു ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിന്റെ ഉടമ 1 ലക്ഷം രൂപയാണ് കുടുംബത്തിന് നൽകിയത്. ഇതുകൂടാതെ മാസം തോറും 5000 രൂപ വീതം ബിന്ദുവിന്റെ അമ്മയ്ക്ക് നൽകും. ഒരു കുടുംബം പോലെയാണ് പ്രവർത്തിച്ചിരുന്നതെന്നും തലയോലപ്പറമ്പിലെ ശിവ സിൽക്സ് ഉടമ ആനന്ദാക്ഷൻ പറഞ്ഞു. കോട്ടയം മെഡിക്കൽ കോളേജിൽ ദാരുണമായി മരണപ്പെട്ട ബിന്ദുവിൻ്റെ വീട്ടിലെത്തി ബിന്ദു ജോലി ചെയ്തിരുന്ന ശിവാസ് സിൽക്സിൻ്റെ ഉടമ സഹായം കൈമാറിയിരിക്കുകയാണ്. നേരത്തെ തന്നെ മരണം സംഭവിച്ച തൊട്ടടുത്ത ദിവസം തന്നെ ഇത്തരത്തിൽ ഇവരുടെ അവസ്ഥ നേരിട്ട് കണ്ട് അവിടേക്ക് 1 ലക്ഷം രൂപ നൽകുമെന്ന് അടിയന്തരമായി നൽകുമെന്നും ഏതാണ്ട് 5000 രൂപയോളം എല്ലാ മാസവും ബിന്ദുവിൻ്റെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ അത് പ്രാവർത്തികമാക്കിയിരിക്കുകയാണ്. ഇന്ന് കൈമാറി 1 ലക്ഷം രൂപ നമ്മുടെ കൈ കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാ മാസവും 5000 രൂപ വെച്ച് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്താണ് അങ്ങനെ ഒരു ചെയ്യാനുണ്ടായ ഒരു തോന്നൽ? അത് ഞാൻ പറഞ്ഞില്ലേ, 8-9 വർഷമായിട്ട് ബിന്ദു കട നിൽക്കുന്നതാണെങ്കിലും ഞാൻ വീട് കണ്ടിട്ടില്ലായിരുന്നു. വീട് വന്നുകൊണ്ട് കണ്ടപ്പോൾ തന്നെ എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി. അന്നേരം ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയാണ് 1 ലക്ഷം രൂപ ആദ്യം കൊടുക്കാം, എല്ലാ മാസവും അക്കൗണ്ടിലേക്ക് 5000 രൂപ. എന്താണ് പറഞ്ഞത് ബന്ധുക്കൾ എന്താണ് പറഞ്ഞത്? ഇങ്ങനെ ആവശ്യം പറഞ്ഞു അവർക്ക് സന്തോഷമായി. അവർക്ക് ആവില്ല എങ്കിലും നമ്മളെ കൊണ്ട് കഴിയാവുന്ന ഒരു സഹായം അത്രയാണ്. കൂടെ ഷോപ്പിൽ നിൽക്കുന്നവരാരും നമുക്ക് സ്റ്റാഫ് ഓണർ അങ്ങനെ ഒരു വ്യത്യാസമൊന്നുമില്ല. എല്ലാം ഞങ്ങൾക്ക് കൂടെ ഞങ്ങളുടെ ഞങ്ങൾ പകൽ ഫുള്ള് ഒന്നിച്ചാണ് കഴിയുന്നത്. എല്ലാവരും വൈകുന്നേരങ്ങളിൽ വീടണയാൻ പോകുന്നു, കൂടണയാൻ പോകുന്നു പറയുന്നോട്ട് വീടുകളിലേക്ക് പോകുന്നു. നേരം വെളുക്കും. ഞങ്ങളെല്ലാവരും കൂടെ വീട്ടുകാരുമായിട്ട് കൂടുതലിരിക്കുന്നതിൽ ഞങ്ങളെല്ലാവരും ഷോപ്പിലെല്ലാവരും കൂടെ ഒന്നിച്ച് കഴിയുന്നത്. ബിന്ദുവിനെ കുറിച്ച് നല്ലതേ ഉള്ളു പറയാൻ. ആരോടും ഇന്നേ വരെ പിണങ്ങിയോ വഴക്കിട്ടോ ദേഷിച്ച ഒരു മുഖം പോലും കണ്ടിട്ടില്ലാത്തൊരു വ്യക്തി. സൗമ്യതയോടെ ചിരിയും സംസാരവും. ഈ ആശുപത്രിക്ക് വേണ്ടി മകളുടെ ചികിത്സയ്ക്ക് വേണ്ടി പോകുമ്പോൾ വലിയ തുക ആവശ്യമുണ്ടായിരുന്നൊക്കെ പറഞ്ഞിരുന്നോ? ചോദിച്ചായിരുന്നു. ഇപ്പം ഉടനെ വേണ്ടാന്ന് പറഞ്ഞായിരുന്നു. ക്യാഷ് വേണം തരാമെന്ന് പറഞ്ഞപ്പം ഉടനെ വേണ്ട പറയാമെന്ന് പറഞ്ഞു. വിളിക്കാന്ന് പറഞ്ഞോളൂ. എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കാൻ പറഞ്ഞിരുന്നു. ഇപ്പം എപ്പാണേലും വിളിച്ചോളാനും പറഞ്ഞു. എങ്ങനെയാ ഫണ്ടിനെന്ന് ചോദിച്ചപ്പോൾ ഇപ്പം കുഴപ്പമില്ല, ഫണ്ടിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഫാമിലിയിൽ ആരൊക്കെയോ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം എന്നാലും ഞാൻ വൈകുന്നേരം വിളിച്ചു. അപ്പം എന്താവശ്യം ഉണ്ടെങ്കിലും എപ്പം വേണേലും വിളിച്ചോളാനെന്ന് പറഞ്ഞാൽ വിട്ടത് ബിന്ദുവിനോട്. ഇത്രയും ഫണ്ടാകും എന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഏതായാലും ആ വാക്ക് ഇവർ പാലിച്ചിരിക്കുന്നു. അവരുടെ ഒപ്പം ഉണ്ടായിരുന്ന ഉണ്ടുമുറങ്ങിയും ഒരു സ്ഥാപനത്തിൽ പ്രവർത്തിച്ചിരുന്ന ആ സ്ഥാപനത്തിൻ്റെ ഉടമയാണ് ഇപ്പോൾ ആ സഹായം കൈമാറിയിരിക്കുന്നത്. ക്യാമറമാൻ വിവേക് ജി വിനോദിനൊപ്പം മിഥുനയ്യപ്പൻ, ജനം, കോട്ടയം.